ധർമ്മസ്ഥല സമരസമിതി നേതാവ് ടി ജയന്തിന്റെ ബംഗളൂരുവിലെ വീട്ടിൽ SIT പരിശോധന. അറസ്റ്റിലായ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എന്താണ് ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയിലേക്ക് SIT കടന്നത്? ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിലിന്റെ നിലവിലെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജയന്തിന്റെ ഫ്ളാറ്റിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ധർമ്മസ്ഥലയിലേക്ക് കുടിയേറിയ മലയാളി കുടുംബത്തിലെ അംഗം കൂടിയാണ് ജയന്തിന്റെ ബംഗളൂരു മല്ലസാന്ദ്രയിലെ വാടക ഫ്ളാറ്റിലാണ് SIT പ്രത്യേക അന്വേഷണ സംഘം അല്പസമയം മുമ്പ് പരിശോധന നടത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നടന്നത്. ചിന്നയ്യ ഈ വീട്ടിൽ നേരത്തെ സന്ദർശനം നടത്തിയിരുന്നുവെന്ന് സൂചനയുണ്ട്. മാത്രമല്ല, ഇയാൾ ജയന്തിനെതിരെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ചില മൊഴികൾ നൽകിയിരുന്നു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, ഈ സമരസമിതിയുടെ നേതാവായിട്ടുള്ള മഹേഷ് ഷെട്ടി തിമറോഡിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായി അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് ജയന്ത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ബാംഗ്ലൂരിൽ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് പോകുന്ന ആളാണ് ജയന്തായിരുന്നു നേരത്തെ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ മാധ്യമങ്ങളെ ഏകോപിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒപ്പം അവിടുത്തെ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒപ്പം SITക്ക് പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഈ സജീവമായി അവിടെ ഉണ്ടായിരുന്ന ആളാണ്. മാത്രമല്ല, നേരത്തെ അവിടെ കൊല്ലപ്പെട്ട ഒരു യുവതിയുടെ ബന്ധു കൂടിയാണ് ഈ ജയന്ത്. എന്തായാലും ഇതിലൊരു വലിയ ഗൂഢാലോചന ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയന്തിന്റെ ഫ്ളാറ്റിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. അതിനിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകിയ അവരുടെ വീട്ടിൽ അവരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അനന്യ ഭട്ടിന്റെ മാതാവ് എന്ന് അവകാശപ്പെട്ട് വന്ന സുജാത ഭട്ടിനെ കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവരെ ആരാണ് ഇത്തരത്തിലൊരു വ്യാജ പരാതി ഉന്നയിക്കാനായി നിർബന്ധിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്. പിന്നാലെയാണ് ഇപ്പോൾ ജയന്തിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടക്കുന്നത്.